സോ ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് നൂറ്റാണ്ടുകളെങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ അത് തന്നെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നു, എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഒരു പട്ടിക്കുഞ്ഞോട് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ PC സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പിന്നെ തമ്പനയിൽ കണ്ടിട്ട് വരുന്നവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ തമ്പനയിൽ വെറുതെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇട്ടാണ്. അപ്പോൾ കറക്റ്റ് റേറ്റ് എത്ര ആയെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നങ്ങ് റിവീൽ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ PC കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം കുറേ നാളായിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ റേറ്റ് ഇന്നത്തെ റേറ്റ് സെയിം ആവണമെന്നൊന്നുമില്ല. റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റേറ്റിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. ഇപ്പോൾ ഇന്ന് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നാളെ കൂടാം, ഇന്ന് കൂടിയിരിക്കുകയാണെങ്കിൽ നാളെ കുറയാം. അത് കണക്കാണ്. ഇപ്പം നമുക്ക് ഈ PC ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് ട്രിവാൻഡ്രത്തുള്ള നെക്സ്റ്റ് ജെൻ ട്രിക്സ് എന്ന് പറയുന്ന ഷോപ്പുകാരാണ്. അപ്പോൾ നെക്സ്റ്റ് ജെൻ ട്രിക്സിന് വലിയൊരു താങ്ക്സ് പറയുന്നു. അപ്പം നമുക്ക് ഒട്ടും ലാഗിടാതെ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പ്രൊസസർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 5 5600G എന്ന് പറയുന്ന മോഡലാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അന്നത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 23,950 ആയിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ മദർ ബോർഡായിട്ട് യൂസ് ചെയ്തേക്കുന്ന അസ്യൂസിൻ്റെ തന്നെ പ്രൈം B550MK എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് തന്നെ 4 സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഗെയിമിംഗ് മദർ ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അന്നത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 8600 ആയിരുന്നു. ഗൈസ്, പിന്നെ നമ്മൾ റാമായിട്ട് യൂസ് ചെയ്തേക്കുന്നത് കോർസെയറിൻ്റെ തന്നെ വെങ്ങിയൻസ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പം 8GB 2 സ്റ്റിക്കാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8/16 GB ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അന്നത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് 2700 സംതിങ് ആയിരുന്നു. അപ്പോൾ രണ്ടെണ്ണം കൂടെ എടുത്തപ്പോഴത്തേക്ക് 6500 കണ്ടായി. നമ്മൾ പിന്നെ ഇതിനകത്ത് SSD ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഏസറിൻ്റെ തന്നെ FA100 എന്ന് പറയുന്ന മോഡലാണ്. ഇത് 256 സ്റ്റോറേജ് ഉള്ള ടൈപ്പാണ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അന്നത്തെ പ്രൈസ് 3150 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ SSD കൂടാതെ ഒരു ഹാർഡ് ഡിസ്ക് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സീഗേറ്റിൻ്റെ ബറാക്കുഡ എന്ന് പറയുന്ന മോഡലിൻ്റെ 1TB സ്റ്റോറേജ് ഉള്ള ഹാർഡ് ഡിസ്ക് ആയിരുന്നു. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 2990 ആയിരുന്നു വന്നത്. ഗൈസ്, പിന്നെ നമ്മൾ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്തത് കൂളർ മാസ്റ്ററിൻ്റെ തന്നെ MWE ബ്രോൺ സ്വീറ്റ് 450 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 2900 ആയിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാമോ? യെസ് ഗൈസ്, അത് തന്നെ. ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ പിറകിലായിട്ട് കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതാണ് നമ്മുടെ ക്യാബിനറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ AMD സ്പോർട്സിൻ്റെ ICE 311MD എന്ന് പറയുന്ന ARGB ക്യാബിനറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്യാബിനറ്റിൻ്റെ റേറ്റ് വരുന്നത് അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 3700 ആയിരുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് ക്യാബിനറ്റിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഗൈസ്, അപ്പോൾ അടുത്ത പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന മോണിറ്ററാണ്. അപ്പോൾ നമ്മുടെ മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻക്യൂൻ്റെ തന്നെ GW2480 എന്ന് പറയുന്ന മോഡൽ മോണിറ്ററാണ്. അപ്പം 24 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മുടെ മോണിറ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,200 ആണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കീബോർഡ് മൗസുമായിട്ട് യൂസ് ചെയ്തേക്കുന്നത് സെബ്രോണിക്സിൻ്റെ തന്നെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ARGB ടൈപ്പ് മോഡലാണ്. അപ്പം ഇത് ലൈറ്റ് കത്തും ഗൈസ്. ഇത് ഒരു ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസ് കോംബോയാണ്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 1250 ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു മൗസ് പാഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. റാൻസ് ഗെയിമിംഗ് മൗസ് പാഡ് എന്ന് പറയുന്ന ഒരു മൗസ് പാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് UPS ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് V-Guardൻ്റെ തന്നെ സെസ്റ്റോ എന്ന് പറയുന്ന മോഡലാണ്. പിന്നെ നമ്മൾ വൈഫൈ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 വയർലെസ് അഡാപ്റ്ററും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഗൈസ്, അപ്പോൾ എറൗണ്ട് നമ്മുടെ PC സെറ്റപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 72,500 ആണ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ PC സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനലൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.
ബൈ.